നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51 ലക്ഷത്തോളം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ സഹായങ്ങൾ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം, കർഷക തൊഴിലാളി പെൻഷൻ സഹായങ്ങൾ. അപ്പോൾ ഈ രീതിയിലുള്ളവർക്ക് പ്രധാനമായിട്ട് ബാധിക്കുന്ന ജൂലൈ മാസത്തെ കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നാണ്. അതായത് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ഈ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ക്ഷേമ പെൻഷനെ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് നയിച്ചൊരു പ്രധാന ഘടകവും ക്ഷേമ പെൻഷൻ തുകയുടെ അടിസ്ഥാന നിരക്ക് 3000 രൂപയാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടായിരിക്കാം. അത് പടിപടിയായിട്ട് ഉയർത്തുന്ന സംവിധാനമല്ല സർക്കാർ ആലോചിക്കുന്നത്. അത് ഒറ്റയടിക്ക് തന്നെ, അതായത് നിലവിലുള്ള 2000-ൽ നിന്നും 1000 രൂപയുടെ ഒരു വർധനവ്, പിന്നീട് 3000 രൂപ വീതമായിരിക്കും പെൻഷൻ തുകയായിട്ട് നമുക്ക് ലഭിക്കുന്നതും. ആ രീതിയിൽ തന്നെ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ആരംഭിച്ചുവെന്നും മന്ത്രിസഭയിൽ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ്. ഒരുപാട് ആളുകൾ വാർഷിക മസ്റ്ററിങ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ വർഷവും ഉള്ളൊരു പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിങ്. അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് അപ്ഡേഷൻ നടത്തി പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഈ വർഷവും തടസ്സമില്ലാതെ തന്നെ തുടരും. എന്നാൽ ഓഗസ്റ്റ് മാസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെയൊക്കെ ആയിരിക്കും നിലവിൽ ഈ പദ്ധതി അല്ലെങ്കിൽ നിലവിൽ ഈ പ്രക്രിയ ആരംഭിക്കുക. നിലവിൽ ഇതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതുമായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ, അങ്ങനെയുള്ളവർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകില്ല. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട്. വാർഡ് മെമ്പർ നമ്മളോട് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ പറയും. അത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളാണ് ലിങ്ക് ചെയ്യേണ്ടത്. അവർ അവരുടെ ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകൾ പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. നിലവിൽ അത്തരത്തിൽ പുതിയ അറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. വാർഷിക മസ്റ്ററിങ് മാത്രമാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം. അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ സർക്കാർ പിന്നീട് നൽകുന്നതാണ്. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകൾ നിലവിൽ എല്ലാവരോടും സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അത് ചിലരോട് മാത്രം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളവർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്നാണോ ഇനി അതവർ കൊടുക്കുക, അങ്ങനെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ കൊടുക്കുന്നത്, അതിനുശേഷം മാത്രമേ അവർക്ക് പെൻഷൻ ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ. നിലവിൽ 2-3 മാസങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വൈകിയിട്ടുണ്ടെങ്കിൽ 2-3 മാസത്തെ പെൻഷൻ നമുക്ക് തടസ്സപ്പെടുമെന്നർത്ഥം. എത്ര വൈകുന്നോ അതനുസരിച്ച് നമുക്ക് പെൻഷൻ തുക നിലവിൽ സർക്കാർ വിതരണം ചെയ്തത് എത്രയാണോ അത്ര ഗഡുക്കളും തടസ്സപ്പെടും. പെൻഷൻ ഗുണഭോക്താക്കൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.